സംസ്ഥാനത്ത് ഓട്ടോറിക്ഷകൾക്കുള്ള പെർമിറ്റിൽ ഇളവ് വരുത്തി. കേരളം മുഴുവൻ ഇനി മുതൽ ഓട്ടോറിക്ഷകൾക്ക് സർവീസ് നടത്താനായി പെർമിറ്റ് അനുവദിക്കും. ഓട്ടോറിക്ഷ യൂണിയൻ CATU കണ്ണൂർ മാടായി ഏരിയ കമ്മിറ്റി നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ സുപ്രധാന തീരുമാനം. ഓട്ടോറിക്ഷകൾക്ക് ജില്ലാതിർത്തിയിൽ നിന്നും 20 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യാനായിരുന്നു ഇതുവരെ പെർമിറ്റ് നൽകിയിരുന്നത്. ഓട്ടോകൾക്ക് ദീർഘദൂര സർവീസ് നടത്തുന്നതിലെ അപകട സാധ്യത കണക്കിലെടുത്താണ് പെർമിറ്റ് നിയന്ത്രിച്ചത്. എന്നാൽ പെർമിറ്റിൽ ഇളവ് വരുത്തണമെന്ന് CATU പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു. മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നിരവധി പ്രാവശ്യം ഇക്കാര്യം ചർച്ച ചെയ്തു. ദീർഘദൂര പെർമിറ്റുകൾ അനുവദിച്ചാൽ അപകടം കൂടുമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. ദീർഘദൂര യാത്രയ്ക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള വാഹനമല്ല ഓട്ടോറിക്ഷ. സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെ ഇല്ല. മാത്രമല്ല അതിവേഗ പാതകൾ സംസ്ഥാനത്ത് വരികയുമാണ്. റോഡുകളിൽ ഓട്ടോറിക്ഷയ്ക്ക് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗം 50 കിലോമീറ്ററാണ്. അതിവേഗ പാതകളിൽ പുതിയ വാഹനങ്ങൾ പായുമ്പോൾ ഓട്ടോകൾ ദീർഘദൂര സർവീസ് നടത്തുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും ഉദ്യോഗസ്ഥതല യോഗം വിലയിരുത്തി. അതോറിറ്റി യോഗത്തിലെ ചർച്ചയിൽ പങ്കെടുത്തവരും അപകട സാധ്യത ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇതെല്ലാം തള്ളിയാണ് അതോറിറ്റി തീരുമാനമെടുത്തത്. ഗതാഗത കമ്മീഷണറും ട്രാഫിക് ചുമതലയുള്ള IG-യും അതോറിറ്റി സെക്രട്ടറിയും ചേർന്നാണ് തീരുമാനമെടുത്തത്. യാത്രക്കാരുടെ സുരക്ഷ ഡ്രൈവർ ഉറപ്പുവരുത്തണമെന്ന നിബന്ധന വെച്ചാണ് തീരുമാനം. ഇപ്പം മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് ഇപ്പം എടുത്ത തീരുമാനം, അതായത് സംസ്ഥാന പെർമിറ്റ് കൊടുത്തത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ്. നമുക്കിപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ അപകടത്തിൻ്റെ സാധ്യത അതിപ്പം ഓട്ടോറിക്ഷ മാത്രമല്ല, ഏത് വണ്ടി പോയാലും അപകടം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഉണ്ടാകരുത് എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷേ സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ട സമയത്ത് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പം എടുത്ത തീരുമാനം എന്തുകൊണ്ടും നല്ല തീരുമാനം തന്നെ. നമുക്കിപ്പോൾ ഈ കൊറോണ വന്ന ടൈമിന് ഏറ്റവും കൂടുതൽ സുഖസൗകര്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടി എന്ന വിദഗ്ധ പഠനത്തിലൂടെ തെളിയിച്ചത് ഓട്ടോറിക്ഷ മാത്രമാണ്. അപ്പോൾ ആ ഒരു സംഭവം നിലനിൽക്കെ ഈ ഒരു സംസ്ഥാന പെർമിറ്റ് കൊടുത്തതും നല്ല തീരുമാനം തന്നെയാണെന്നാണ് അഭിപ്രായം. നേരത്തെ ഓട്ടോറിക്ഷകൾക്കുണ്ടായിരുന്നത് കണ്ണൂർ ജില്ലാ പെർമിറ്റാണ്. അപ്പോൾ കണ്ണൂർ ജില്ലക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ വണ്ടിയെ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു ആനുകൂല്യം കിട്ടില്ല. അതുപോലെ പോലീസുകാർ 1500 രൂപ വെച്ചാണ് ഫൈൻ ഈടാക്കുന്നത്. പക്ഷേ ഇതെല്ലാം കൂടിച്ചേർത്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കുകയും നവകേരള സദസ്സിൽ ഒരു നിവേദനം കൊടുത്തിരുന്നു. ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന പെർമിറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പം പുതിയ ഇറങ്ങുന്ന CNG വണ്ടികളെല്ലാം 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടാങ്ക് ക്ലീനാക്കണം. അപ്പോൾ അതിൻ്റെ സൗകര്യം നമ്മുടെ കണ്ണൂർ ജില്ല കാത്തില്ല. അപ്പോൾ പുറമേ മറ്റു ജില്ലകളിൽ പോയി കഴിഞ്ഞാൽ തന്നെ അഥവാ എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യമോ ഉണ്ടായാൽ തന്നെ ഒരു ക്ലെയിമും കിട്ടില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ട് സർക്കാർ ഈ എടുത്തൊരു തീരുമാനം നല്ല തീരുമാനമാണ്. അത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇല്ല ഒന്നും വീഴ്ചയില്ല. ഇപ്പോൾ എല്ലാം പുതിയ പുത്തൻ വണ്ടികളാണ്. പഴയ വണ്ടികൾ മാറി, കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഉള്ള രീതിയിലുള്ള പുതിയ വണ്ടികളാണ് ഇപ്പോൾ സംവിധാനത്തോടു കൂടിയുള്ള വണ്ടികൾ. ഒരു സുരക്ഷയുടെ ഒരു പ്രശ്നവുമില്ല. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.